കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ സഭാ ചരിത്രം കർത്താവ് കൊടുത്ത 7 സഭകളുടെ ദൂതിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3ാമത്തെ ദൂതിലേക്ക് വന്നു. ഞാൻ വളരെ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നമ്മൾ പഠിച്ചതൊന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ കാണുകയുണ്ടായി സഭയുടെ ചരിത്രം, ആദ്യത്തെ 30 വർഷത്തിന്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നു. പിന്നീട് ഏതാണ്ട് AD 100 വരെയുള്ള ചരിത്രം എഫെസോസ് സഭയ്ക്ക് കൊടുത്ത ദൂതിൽ വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യത്തിൽ നമുക്ക് കാണുന്നു. അപ്പോസ്തലന്മാരുടെ കാലശേഷം ഏതാണ്ട് 100 വരെയുള്ള കാലഘട്ടമാണ് എഫെസോസ് കാലയളവെന്ന് പറയുന്ന കാലയളവ്. വളരെ വ്യക്തമായി ആ കാലയളവ് ആദ്യത്തെ സ്നേഹം അല്ലെങ്കിൽ ബെസ്റ്റ് ലവ് വിട്ടുപോയ, കുറഞ്ഞുപോയ ഒരു കാലഘട്ടമാണ്. അങ്ങനെ കുറഞ്ഞുപോയി. അവർക്ക് പ്രവൃത്തിയും പ്രയത്നവും ഒക്കെ ഉണ്ട്, സഹിഷ്ണുതയുണ്ട്, ഉപദേശങ്ങൾ പിടിച്ചുകൊള്ളുന്നുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ കർത്താവിനോടുള്ള ഡിവോഷൻ, സ്നേഹം അല്പം തണുത്തുപോയി. കർത്താവ് അത് മനസ്സിലാക്കി അത് തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ ആദ്യത്തെ ലേഖനത്തിൽ അത് ചരിത്രപരമായി നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് AD 100 വരെയുള്ള കാലഘട്ടമാണെന്ന് കാണാൻ കഴിയും. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് സ്മുർന്ന സഭയ്ക്ക് എഴുതിയ ദൂതാണ്. സ്മുർന്ന സഭയുടെ ദൂത് 2-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 11 വരെയുള്ള വാക്യമാണ്. 4 വാക്യങ്ങളെ ഉള്ളൂ. ഈ 4 വാക്യത്തിന്റെ ഉള്ളിൽ സഭാ ചരിത്രത്തിന്റെ നെക്സ്റ്റ് 200 years ഓഫ് ഹിസ്റ്ററിയാണ്. അടുത്ത 200 വർഷത്തിന്റെ ചരിത്രം യേശുക്രിസ്തു ഈ സഭയ്ക്ക് നൽകുന്ന ദൂതിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം അവിടെ കർത്താവ് പറയുന്നുണ്ട്, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ആ സഭ വളരെ പീഡിപ്പിക്കപ്പെട്ടു, കഷ്ടങ്ങൾ അനുഭവിച്ചു, ദാരിദ്ര്യം അനുഭവിച്ചു, ഒരുപാട് കൊല്ലപ്പെട്ടു. അങ്ങനെ ക്രിസ്ത്യ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് AD 100 തൊട്ട് 312 വരെ ഏതാണ്ട് 200 വർഷം ഉപദ്രവത്തിന്റെ കാലഘട്ടം. റോമൻ സാമ്രാജ്യം ആദ്യ തൊട്ട് പീഡിപ്പിക്കുന്നുണ്ടെങ്കിലും സാമ്രാജ്യത്തിന്റെ പോളിസിയായി തീർക്കുന്നത് ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ്. അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ പോളിസിയാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നത്. 200 വർഷം ആ ഉപദ്രവം നീണ്ടു നിന്നു. ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. മഹോപദ്രവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പീഡകൾ അഴിച്ചുവിട്ടു. അവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് അവരങ്ങനെ വിശ്വാസം ത്യജിച്ചു കളയുവാൻ വേണ്ടി അവര് ശ്രമിച്ചപ്പോഴൊക്കെ അവര് പാട്ട് പാടിക്കൊണ്ട് മരണത്തെ അഭിമുഖീകരിച്ചു. അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ അവർ പാട്ട് പാടിക്കൊണ്ട് ആ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മരിക്കുകയാണ്. നമ്മൾ അത് ശ്രദ്ധിച്ചു നോക്കിയാൽ സെക്കൻഡ് പീരീഡാണ്. അതായത് സ്നേഹത്തിൽ അല്പം വിട്ടുപോയ സഭയെ ഒരു വിധത്തിൽ കർത്താവ് അഗ്നിജ്വാലയിലൂടെ ഉണർത്തുന്നത് പോലെ നമുക്കിവിടെ കാണാൻ കഴിയും. അവിടെ ആ സഭയോട് കർത്താവ് ഒരു കുറ്റവും പറയുന്നില്ല, ഒന്നും തിരുത്താൻ പറയുന്നില്ല. അവരോട് കർത്താവ് പറയുന്നുണ്ട്, ഞാനും മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് പ്രാപിക്കും. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പെർഗമോസ് സഭയുടെ ദൂതന് എഴുതിയ എഴുത്താണ്. പെർഗമോസ് സഭയ്ക്കുള്ള ലെറ്റർ. പെർഗമോസ് സഭയ്ക്ക് എഴുതിയ ലെറ്റർ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, ആ കഴിഞ്ഞ 200 വർഷത്തെ ആ സഭ കടന്നുപോയ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അവർ കൊല്ലപ്പെട്ടതുമൊക്കെ മാറിയിട്ട് വേറെ ഒരു ഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അത് സംഭവിച്ചത് AD 312 ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, AD 312 റോമൻ ചക്രവർത്തിയായ കുസ്തനിനോസ് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിയെന്ന് മാത്രമല്ല, അതായത് ക്രിസ്ത്യാനിയായി മാറുക മാത്രമല്ല, അത് AD 312 AD 313 അദ്ദേഹം പ്രഖ്യാപിച്ചു, ഒരു സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആണെന്നുള്ളത് പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആണെന്ന് കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിക്കുന്നത്
AD 313 അപ്പോൾ നമ്മൾ കണ്ടു മൂന്നാമത്തെ സഭയുടെ ഘട്ടം അതാണ്. കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായ ശേഷം സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്യുകയും ആ വേർപാട് നഷ്ടപ്പെട്ട് ലോകവും സഭയും തമ്മിൽ അഭേദ്യമായ ബന്ധത്തിൽ തീരുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ദൂതാണ് ഈ പെർഗമോസ് സഭയ്ക്ക് കൊടുത്ത ദൂത്. നമുക്ക് ആ ദൂത് ഏതാനും വാക്യങ്ങളെ ഉള്ളൂ, ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് നമുക്കതിൻ്റെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. ഈ ചരിത്രം ഏതാണ്ട് AD 312 തൊട്ട് ഏതാണ്ട് AD 590 വരെ വരും. ഇതിന്റെ കാലഘട്ടം, പെർഗമോസ് കാലയളവിന്റെ കാലഘട്ടം. പിന്നീടാണ് ഏതാണ്ട് AD 590 അല്ലെങ്കിൽ 600 തൊട്ട് അടുത്ത ദൂത് നമ്മൾ പഠിക്കുമ്പോൾ സഭ അന്ധകാര യുഗത്തിൽ പ്രവേശിക്കുന്നു. ഡാർക്ക് ഏജ് എന്ന് പറയും. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത സഭയുടെ ദൂത്. എന്നാൽ അതിന് വഴിവെച്ചു കൊടുത്തത് ഈ പെർഗമോസ് സഭയുടെ കാലഘട്ടമാണ്. അത് ഏതാണ്ട് AD 312 തൊട്ട് ഏതാണ്ട് AD 590 വരെയുള്ള കാലഘട്ടമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. കർത്താവിനെ തന്നെത്താൻ പരിചയപ്പെടുത്തുന്ന നോക്കിയാട്ടെ. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പേസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മേൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബെലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നതിനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേരും കൊടുക്കും. നമുക്ക് ഈ ദൂതിലേക്ക് കടന്നു വരാം. പ്രാരംഭമായി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടു എഫേസ്യ പട്ടണം ഒരു തുറമുഖ പട്ടണമാണ്. അവിടെയാണ് എഫെസോസ് സഭ ഉണ്ടായിരുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചു സ്മിർന സഭ ആസ്യ മൈനറിലെ മനോഹരമായ ഓർണമെന്റ് ഓഫ് ആസ്യ അല്ലെങ്കിൽ ക്രൗൺ ഓഫ് ആസ്യ എന്ന് പറയുന്നത് സ്മിർനയെ കുറിച്ചാണ്. അത്ര മനോഹരമാണ്. ഈ പെർഗമോസിനെ കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതാണ്ട് ആസ്യ മൈനറിന്റെ ക്യാപിറ്റലായിട്ട് പെർഗമോസ് ആയിരുന്നു ക്യാപിറ്റല്. നമുക്ക് ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ ഏതാണ്ട് 400 വർഷമായി ഈ പെർഗമോസ് എന്ന് പറയുന്ന ആ പട്ടണം വലിയ റോഡുകളൊന്നുമില്ലെങ്കിലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് സിറ്റി ആൻഡ് ഇറ്റ് വാസ് എ ക്യാപിറ്റൽ ഓഫ് ആസ്യ മൈനർ. ആസ്യ മൈനറിന്റെ തലസ്ഥാനവും ഒരു വലിയ പട്ടണവുമായിരുന്നു ഈ പെർഗമോസ്. ഇവിടെ എങ്ങനെയാണ് ഒരു സ്ഥലസഭ ഉണ്ടായത്? നമുക്ക് കണ്ടു. നമ്മൾ എഫെസോസ് സഭയുടെ ഉൽപ്പത്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചതുകൊണ്ട് ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. പൗലോസ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച സ്ഥലം എഫെസോസ് പട്ടണമാണ്. അന്ന് അവിടെ നിന്ന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പൗലോസ് സുവിശേഷം അറിയിക്കുകയും ഇനി ഈ ദിക്കുകളിൽ എനിക്ക് സ്ഥലമില്ല എന്ന് പറയത്തക്കവണ്ണം സുവിശേഷം കൊണ്ട് പൂരിപ്പിക്കുകയും ചെയ്ത കാലയളവിൽ പെർഗമോസിലും ആ സുവിശേഷ ദൂതി എന്ന് അവിടെ സഭയുണ്ടായി എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഈ പട്ടണത്തിന്റെ വേറെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ലോകത്തിലെ അന്ന് ലൈബ്രറികളുണ്ട്. അന്നത്തെ ലൈബ്രറികൾ ഇന്നത്തെ ലൈബ്രറി പോലെയല്ല. ഇന്ന് പ്രിന്റിങ് വന്ന് നമുക്ക് ബുക്സുകളുണ്ട്. അന്ന് കൈയെഴുത്ത് പ്രതികളായ തോല് കൊണ്ടുള്ള ചുരുളുകളാണ്, അല്ലെങ്കിൽ ലെതർ സ്ക്രോൾസ് ആണ് എഴുതാൻ ഉപയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ക്രോൾസ് ഉള്ള ഒരു ലൈബ്രറി എന്ന് പറയുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയാണ്. നമുക്ക് ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ആ ലൈബ്രറിയാണ് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി. എന്നാൽ സെക്കൻഡ് നിൽക്കുന്നത്
ഈ പെർഗമോസിലുള്ള ലൈബ്രറിയാണ്. ഞാനത് വായിച്ച് മനസ്സിലാക്കി. ഏതാണ്ട് 2 ലക്ഷത്തിലധികം ചോൽ ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ലൈബ്രറിയാണ് പെർഗമോസിലുള്ള ലൈബ്രറി എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതൊരു വലിയ പട്ടണമാണ്. ആസ്യ മൈനറിന്റെ തലസ്ഥാനമായിട്ട് ഏതാണ്ട് 400 വർഷമായി. വലിയൊരു ലൈബ്രറി അവിടെ ഉണ്ട്. 2 ലക്ഷത്തിലധികം ചോൽ ചുരുളുകളുള്ള ഒരു ലൈബ്രറി ഇവിടെയുണ്ട്. അപ്പോൾ വായിക്കുന്നവരും സമ്പന്നരുമായ ആളുകൾ, അവിടെ വിദ്യാസമ്പന്നരുമായ ആളുകൾ ഉണ്ട് എന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടുത്തെ മതപരമായ കാര്യം ശ്രദ്ധിച്ചാൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇവിടെ. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ദേവത, പെർഗമോസിലെ ദൈവം എന്ന് പറഞ്ഞാൽ സർപ്പദേവതയായ അസ്കലോപായസ് സർപ്പദേവതയായ അസ്കലോപായസ്. ഈ ക്ഷേത്രത്തില് ആളുകൾ വരും, ലോകത്തിന് 4 കോണിൽ നിന്നും വരും. എന്തിനാണെന്നറിയാമോ? രോഗസൗഖ്യത്തിനു വേണ്ടി. ഈ പെർഗമോസിലെ അസ്കപ്പലോയ്സ് ഈ ടെമ്പിളിലെ സർപ്പങ്ങൾ, ജീവനുള്ള സർപ്പങ്ങളെ വളർത്തിയിരുന്ന ഒരു ടെമ്പിളാണ്. അവിടുത്തെ പ്രത്യേകത രോഗസൗഖ്യം. ആളുകൾ ധാരാളം അവിടെ രോഗസൗഖ്യത്തിന് വേണ്ടി വന്നിരുന്നു. അങ്ങനെ അതിന് പ്രസിദ്ധമായ ഒരു ടൈറ്റിലുണ്ട് അവിടെ, അസ്കപ്പലോസ് ദ സേവിയർ, രക്ഷകനായ അസ്കപ്പലോസ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഓർക്കണം, എംബ്ലം എന്ന് പറയുന്നത് ഇന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മെഡിക്കൽ കോറിന്റെ, ഡോക്ടേഴ്സിനും ഒക്കെ അറിയാം, അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മെഡിക്കൽ കോറിന്റെ എംബ്ലം സർപ്പമാണ്. എന്തിനാ ഈ പാമ്പിനെ അവിടെ വെച്ചിരിക്കുന്നത്? സാധാരണ 2 പാമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു എംബ്ലമാണ് മെഡിക്കൽ, ഈ ഫാർമസ്യൂട്ടിക്കൽ, അതുപോലെ മെഡിക്കൽ ഇതിന്റെയൊക്കെ എംബ്ലമായിട്ട് അനേക സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണത്? എവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് ഇവിടെ നിന്നാണ്, ഈ പെർഗമോസിൽ നിന്നാണ്. പെർഗമോസിൽ സർപ്പങ്ങളെ കൊണ്ട്, ജീവനുള്ള സർപ്പത്തെ വളർത്തുന്ന, നമ്മൾ കണ്ടതുപോലെ സർപ്പദേവതയായ അസ്കലോപോയസിന്റെ ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ രോഗസൗഖ്യം ലഭിച്ചിരുന്നു. അതിനുവേണ്ടി ആളുകൾ അവിടെ വന്നിരുന്നു. അങ്ങനെ രോഗസൗഖ്യത്തിന്റെ, മെഡിക്കൽ ഫീൽഡിന്റെ എംബ്ലമായി സർപ്പം തീരുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വളരെയധികം ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് ഇവരോട് പറയുന്നുണ്ട് 13-ാം വാക്യത്തിൽ, നീ എവിടെ പാർക്കുന്നു അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമാണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ സർപ്പദേവത നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം നമുക്ക് നോക്കാം. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ മഹാസർപ്പത്തെ, 4-ാം വാക്യത്തിൽ, അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. പാമ്പിനെ, മഹാസർപ്പത്തെ നമസ്കരിച്ചു. എന്താണ് ഈ മഹാസർപ്പം? 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അപ്പോൾ സാത്താന്റെ എംബ്ലമാണ് എന്ത്? ഈ പാമ്പ്. ഈ പാമ്പിനെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ള സർപ്പദേവതയായ അസ്കലോപയസിന്റെ ടെമ്പിളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. കർത്താവ് അവിടെ പറയുന്നുണ്ട്, നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ളിടമാണ്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്, നമ്മൾ അത് വായിക്കുന്നതാണ്. നമുക്ക് ഒരു വാക്യം കൂടെ കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. അപ്പോൾ ജാതികൾ ബലി കഴിക്കുന്നത്, ഈ ഈ ടെമ്പിൾസിലൊക്കെ ബലി കഴിക്കുന്നത് ഭൂതങ്ങൾക്കാണ് എന്ന് പറയുന്നു. നമ്മൾ ഓർത്തതുപോലെ സർപ്പദേവതയായ അസ്കലോപയാസിന്റെ ഈ ടെമ്പിളില് ജനങ്ങൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. അവരാരാധിച്ചത് നമ്മൾ കണ്ടതുപോലെ ജാതികൾ ബലി കഴിക്കുന്നത്
ഭൂതങ്ങൾക്കാണ് എന്ന് നമ്മൾ കാണുകയാണ്. നമുക്ക് നോക്കാം. ഇനിയും പെർഗമം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്തു. സ്മിർന എന്ന വാക്കിനർത്ഥം ദീർഘമായൊരു പഠനത്തിന് ഉതകുന്നതാണ്. നമ്മൾ കണ്ടു സ്മിർന എന്ന വാക്കിന്റെ അർത്ഥം മൂരെന്നാണ്, കയ്പ്. നവോമി പറയുന്നുണ്ട്, അത്യുന്നതൻ എന്നോട് കയ്പായി ഇടപെട്ടത് കൊണ്ട് എന്നെ ഇനി നിങ്ങള് മാറ എന്നേ വിളിക്കാവൂ. ഇസ്രായേൽ മക്കൾക്ക് കുടിക്കാൻ വയ്യാതെ വെള്ളം കയ്പായപ്പോൾ അതിനിട്ട പേരാണ് മാറ. ബിറ്റർനെസിന്റെ ഒരു എംബ്ലമാണ് ഈ മാറ, അല്ലെങ്കിൽ അതിന്റെ ഇതാണ് സ്മിർന. സ്മിർന വാസ്തവത്തിൽ മൂരെന്നാണ്. മൂര് കഴിക്കുന്നതാണ്, പക്ഷെങ്കിൽ സുഗന്ധ പൂർണ്ണമാണ് മൂര്. അപ്പോൾ സ്മിർന എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു, ദീർഘമായി പഠിക്കുവാൻ കഴിയും. അതുപോലെ പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം thoroughly married, മാരേജ് ആൻഡ് എലിവേഷൻ. ആ നന്നായി വിവാഹം കഴിച്ചു, വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഈ സഭയ്ക്കുള്ള ദൂത് നമ്മൾ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതാണ് സംഭവിച്ചത്. 200 വർഷം റോമൻ സാമ്രാജ്യത്തിന്റെ പോളിസി ആയിരുന്നു ക്രിസ്ത്യ സഭയെ കൊന്നൊടുക്കണം. 10 ചക്രവർത്തിമാർ മാറി മാറി കൊന്നൊടുക്കി. എന്നാൽ ഇവിടെ വന്നപ്പോൾ AD 312 കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറി. AD 313 സാമ്രാജ്യത്തിന്റെ സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്തു മതമാണെന്ന് പ്രഖ്യാപിച്ചു. സാമ്രാജ്യത്തിന്റെ പോളിസി ക്രിസ്ത്യാനികളോട് അനുകമ്പയായി ഇടപെടുക എന്നുള്ളതാണെന്നും പ്രഖ്യാപിച്ചു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ കണ്ടതുപോലെ thoroughly married, ലോകത്തോട് അവര് മാരീഡ് ആയിട്ട് ദേ ഗോട്ട് ആൻ എലിവേഷൻ, അവർക്ക് ഉന്നതമായ ഒരു സ്ഥാനം കിട്ടുവാനായിട്ട് ഇടയായി മാറി. എങ്ങനെയാണ് ഈ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിയത്? വളരെ ദീർഘമായി പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി തീർന്നത്. വളരെ ബുദ്ധിമാനായ, വളരെ വൈദഗ്ധ്യമുള്ള ഒരു ഭരണകർത്താവായിരുന്നു കോൺസ്റ്റന്റൈൻ. അദ്ദേഹം 25 വർഷം റോമിനെ ഭരിക്കുന്നു, റോമൻ സാമ്രാജ്യത്തെ. അദ്ദേഹം ഭരിക്കുമ്പോൾ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പാഗനിസം, അല്ലെങ്കിൽ ജാതീയ ആചാരങ്ങളാണ് അന്ന് സാമ്രാജ്യം വെച്ചു പുലർത്തിയത്. പക്ഷെ പാഗനിസത്തില് അതിനകത്ത് ഈ അവരുടെ ഫിലോസഫി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തെറ്റാണെന്ന് ബോധ്യമാവുകയാണ്. അടിമകള് ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ക്രിസ്ത്യാനികളായി മാറിയ അടിമകളെ കൊന്നൊടുക്കുകയാണ്. ഈ ചോരയുടെ പുഴയും അതുപോലെ ഈ ചിന്തകന്മാരുടെ ചിന്തകളൊക്കെ പാഗനിസം പുറകോട്ട് പോകാൻ തുടങ്ങി. ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വരികയാണ്. എത്ര ഉപദ്രവിച്ചിട്ടും ക്രിസ്ത്യ സമൂഹം വളരുകയാണ്. അവിടെ രാജ്യത്തെ പിടിച്ചു നിർത്തുവാൻ, ഒന്നാക്കി നിർത്തുവാനുള്ള വസ്തുതകൾ വളരെ കുറവുള്ളതായി കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺസ്റ്റന്റൈൻ ഒരു കാര്യം മനസ്സിലായി. തൻ്റെ പിതാവിന്റെ പേര് കോൺസ്റ്റന്റീനസ്. കോൺസ്റ്റന്റീനസ് എന്ന് പറയുന്ന തൻ്റെ പിതാവ് അനേക റോമൻ ഭരണകർത്താക്കളും നേതാക്കന്മാരും വളരെ ദുർഘടമായ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ വളരെ ദുഃഖപൂർണമായ മരണത്തിന് അടിമകളായി തീർന്നപ്പോൾ, അവർ ആ വിധത്തിൽ ദുഃഖത്തോടെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ സമാധാനത്തോടെ മരിക്കുന്നത് താൻ കണ്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു കോൺസ്റ്റന്റൈന്റെ പിതാവ്. താനത് കണ്ടു, നേരിട്ട് കണ്ടു. മാത്രമല്ല ക്രിസ്ത്യാനികളുടെ സ്വഭാവം താൻ നോട്ട് ചെയ്തു. അവരെ ഉപദ്രവിച്ചിട്ടും അവരുടെ മുഖഭാവത്തിന് മാറ്റമില്ല. അവരെ എത്ര ഉപദ്രവിച്ചിട്ടും അവർ പാട്ടുപാടി മരിക്കുകയാണ്. അതുപോലെ മറ്റു മതങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റോമൻ സിംഹാസനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഉണ്ടായി. ആ പോരാട്ടം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റൈനും ഇറ്റലിയിലുള്ള മാക്സെൻഡസുമായിട്ടുള്ള പ്രശ്നമാണ്. മാക്സെൻഡസ് ഭരിക്കണോ കോൺസ്റ്റന്റൈൻ ഭരിക്കണോ? ഇവർ തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. മാക്സെൻഡത്തിന് വലിയ സൈന്യമുണ്ട്, എന്നാൽ കോൺസ്റ്റന്റൈന് അദ്ദേഹത്തിന്റെ 4/1 സൈന്യമില്ല. ഇവര് തമ്മില് പ്രാർത്ഥന കഴിച്ചു. മാക്സെൻഡത്ത് ഒരുപാട് ജാതീയ പ്രാർത്ഥനകൾ അദ്ദേഹം നടത്തി. എന്നാൽ കോൺസ്റ്റന്റൈൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടു സ്വർണ്ണ കുരിശ്. ആ കുരിശ് കണ്ടിട്ട്
അദ്ദേഹം എഴുതി കാണിച്ചു, അദ്ദേഹം എഴുതി കണ്ടു, ബൈ ദിസ് യു കോൺകർ, നീ ഇതുകൊണ്ട് നീ പിടിച്ചടക്കുക എന്ന് കണ്ടു. പിറ്റേ ദിവസവും താൻ ഇത് തന്നെ കണ്ടു. താന് ക്രിസ്തീയ വിശ്വാസികളോട് ചോദിച്ചു, എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവിടെ ചരിത്രം പറയുന്നത് മിഡ് ഡേ, അതായത് ഉച്ച സമയത്ത് ഈ കോൺസ്റ്റന്റിന്റെ പട്ടാളവും ആകാശത്ത് കുരിശ് കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവര് കുരിശുകൾ ഉണ്ടാക്കി. മാക്സൻഡത്തിന്റെ സൈന്യം തന്റെ സൈന്യത്തിനെക്കാട്ടിൽ 3 ഇരട്ടി വലുപ്പമുണ്ട്. ഈ കോൺസ്റ്റന്റൈന്റെ പടയാളികൾ 4-ൽ 1 പക്ഷെങ്കിൽ അവർ കുരിശുകൾ ഉണ്ടാക്കി യുദ്ധം ആരംഭിച്ചു. മാക്സൻഡസ് മറുഭാഗത്ത് നിന്ന് ജാതീയ പ്രാർത്ഥനകൾ നടത്തി യുദ്ധം ആരംഭിച്ചു. പക്ഷേ കോൺസ്റ്റന്റൈൻ ആ യുദ്ധത്തിൽ ജയിച്ചു. കോൺസ്റ്റന്റൈൻ കുരിശ് അടയാളം കൊണ്ട് യുദ്ധം ചെയ്ത കോൺസ്റ്റന്റൈൻ ജയിച്ചപ്പോൾ നമ്മൾ ഓർക്കണം, ഇതൊരു നിസ്സാര കാര്യമല്ല. 200 വർഷമായി റോമൻ സാമ്രാജ്യത്തിന്റെ മതം അല്ലെങ്കിൽ അവരുടെ പോളിസി ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അത് മാറുന്നത് ഈ വിധത്തിലാണ്. ഈ കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറുകയാണ്. അതിന്റെ ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ റോമൻ സാമ്രാജ്യത്തിന്റെ 313 ഈ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ചക്രവർത്തി ക്രിസ്ത്യാനിയായി, റോമൻ സാമ്രാജ്യം ക്രിസ്തു മതമായി. അതുകൊണ്ട് ഈ കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികൾക്ക് പണമൊക്കെ കൊടുത്തു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥങ്ങൾ കൊടുത്തു, ജാതീയ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയിട്ട് ക്രിസ്ത്യാനികൾക്ക് സ്ഥാനം കൊടുത്തപ്പോൾ അനേക ക്ഷേത്രങ്ങൾ പോലും ായി മാറുന്നു. അനേക ജാതീയ പുരോഹിതന്മാർ ക്രിസ്തീയ മാർഗത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും ക്രിസ്തു മതവുമായിട്ടൊരു അഭേദ്യമായ വിവാഹ ബന്ധമുണ്ടായി. അതുകൊണ്ടാണ് ആ പേര് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് ഈ ദൂതിലേക്ക് കടന്നു വരാം, ഇച്ഛതയും പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട്. ആ സഭയോട് കർത്താവ് പറയുന്നു, തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ കണ്ടു, ഓരോ സഭയ്ക്കും വേണ്ടിയ ആവശ്യത്തിനുള്ള വെളിപ്പാടുകൾ താൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാളുള്ളവൻ അരുളിച്ചെയ്യുന്നു. നമുക്കറിയാം, മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാള് എന്തിനാണ്? ആ മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാള് ദൈവവചനമാണ്. വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. എബ്രായലേഖനം 4:12 ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാള്. എഫെസ്യലേഖനം 6:17 ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്. സങ്കീർത്തനങ്ങൾ 17:4 മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, ദൈവവചനമാണ് ഈ മൂർച്ചയേറിയ വാള്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നറിയാമോ? ഈ മൂർച്ചയേറിയ വാളാണ്. നിങ്ങൾക്കൊരു വേർപാടാണ് ആവശ്യം. നിങ്ങൾ ലോകത്തോട് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു. മാത്രമല്ല, മൂർച്ചയേറിയ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ളവനാണ് അരുളിച്ചെയ്തത് എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 11:48 നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തെള്ളിക്കളയുന്നതിനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. യെശയ്യാ 11:4 പ്രവചനാത്മാവിൽ പറയുന്നു, തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. വായെന്ന വടി കൊണ്ട്. കർത്താവ് പറയുന്നു, ഈ ലോകത്തോട് ഇഴുകിച്ചേർന്ന ഒരു സഭ, ആ സഭയോട് കർത്താവ് പറയുകയാണ്, ഇരുവായ്ത്തലുള്ള വാളുള്ളവനാണ് അരുളിച്ചെയ്യുന്നത്. അവർക്ക് വേർപാടിനുള്ള വചനം അവന്റെ കയ്യിലുണ്ട്. അവരങ്ങനെ വരുന്നില്ലെങ്കിൽ അവരെ ന്യായം വിധിക്കുന്നതും ഈ ഇരുവായ്ത്തലുള്ള വാളുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞത് നോക്കുക, എത്ര ആശ്ചര്യമാണ്, എത്ര സത്യമാണ് എന്നുള്ളത് നോക്കുക. ആ 13-ാം വാക്യത്തിൽ പറയുന്നു, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളതെന്ന് ഞാൻ അറിയുന്നു. ആരംഭത്തിൽ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. ഇവിടെ കർത്താവ് സഭയോട് പറയുന്നുണ്ട്, ഐ നോ വേർ യു സ്റ്റേ.
ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പെർമനന്റ് റെസിഡൻസിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഐ നോ വേർ യു സ്റ്റേ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്ന് പത്രോസ് 1 അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായി നമുക്കറിയാം നമ്മൾ ആരാണ്. പ്രിയമുള്ളവരെ, 1 പത്രോസ് 1 1 വാക്യം, 1 പത്രോസ് 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന പ്രവാസികളും പരദേശികളും. വിശ്വാസികൾ ആരാണ്? അവർ പ്രവാസികളാണ്, അവർ പരദേശികളാണ്. ഈ ലോകത്തിൽ അവർ പരദേശികളാണ്. They are pilgrims and strangers. അവരിവിടെ ഉള്ളവരല്ല. അവർ കർത്താവ് പണിത ആ കെട്ടിടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അബ്രഹാം നമ്മൾ കണ്ടു. അബ്രഹാമിനെ കുറിച്ച് നമുക്ക് വളരെ ബോധ്യമുണ്ട്. എബ്രായലേഖനം 11:9 വാക്യവും 13 തൊട്ടുള്ള വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ ഒരു പട്ടണത്തിന് വേണ്ടി അവനത് നോക്കിക്കൊണ്ട് കൂടാരത്തിൽ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ പാർക്കുകയാണ്. പരദേശി. ആ കൂടാരവാസം പരദേശി എന്നുള്ളതിന്റെ എംബ്ലമാണ്. അബ്രഹാം വീട് പണിതില്ല. അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ച വീടിന് വേണ്ടി നോക്കി പാർത്തു. കൂടാരത്തിൽ തന്റെ മക്കളോടുകൂടെ പാർക്കുകയാണ്. വിശ്വാസികൾ ആരാണ്? പത്രോസ് രേഖപ്പെടുത്തി, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നമ്മള് അവിടെ രേഖപ്പെടുത്തി. നമ്മൾ പ്രവാസികളും പരദേശികളുമാണ്. അതായിരുന്നു സഭയുടെ ക്യാരക്ടർ. നമ്മളെ വിളിച്ചു വേർതിരിച്ചതാണ്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? നീ എവിടെയാണ് പാർക്കുന്നതെന്ന് എനിക്കറിയാം. ഐ നോ വേർ യു ഡ്വലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പിൽഗ്രിം ക്യാരക്ടർ, ഈ മോക്ഷയാത്രയുടെ ക്യാരക്ടർ, അവര് അന്യരും പരദേശികളുമാണെന്നുള്ള ക്യാരക്ടർ വിട്ടിട്ട് ഈ ലോകത്തിൽ അവര് പെർമനന്റ് റെസിഡൻസ് ഉണ്ടാക്കുകയാണ്. പെർഗമോസ് കാലയളവിൽ അത് സംഭവിച്ചു. ചക്രവർത്തിയുടെ ഫേവർ കിട്ടി, സാമ്രാജ്യത്തിൽ ഉന്നത സ്ഥാനം കിട്ടി, ധനം കിട്ടി, അവർക്ക് സ്വത്തുക്കൾ കിട്ടി, സാമ്രാജ്യത്തിൽ ഗവൺമെന്റ് ജോലികൾ കിട്ടി, അവർക്കെല്ലാം അനുകൂലമായി മാറി, അവരുടെ ക്യാരക്ടർ മാറി. നമ്മൾ ഓർക്കണം, അതിനു മുമ്പ് നമ്മൾ പഠിച്ചു സ്മൃണ സഭ പീഡ കൊണ്ടും കഷ്ടം കൊണ്ടും അവർ അന്യരും പരദേശികളും ദരിദ്രരുമായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു, നീ ധനവാനാണ്. എന്നാൽ ഇവിടെ ഈ സഭ കണ്ടോ, അവര് ലോകത്തിൽ അവര് സെറ്റിൽ ചെയ്തു. ഈ ലോകത്തിലെ സഭ സെറ്റിൽ ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ക്രിസ്ത്യ സഭയിൽ കടന്നു വന്ന ദുരുപദേശങ്ങളുടെ നീണ്ട പട്ടിക ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എൻ്റെ കണ്ണുകൾ ചില കാര്യങ്ങളിൽ കടന്നുപോയി. ഉദാഹരണമായിട്ട് ഡിസംബർ 24 25 ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു. ഈ ക്രിസ്മസ് ആയിട്ട് ആഘോഷിച്ചത് എന്നാണ്? 4-ാം നൂറ്റാണ്ടിലാണ്. കോൺസ്റ്റന്റൈൻ 312 ക്രിസ്ത്യാനിയായി മാറുന്നത്. കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി ആകുമ്പോൾ ആകാശരാജ്ഞിയുടെ പുത്രന്റെ ജന്മനാളായിരുന്നു ഡിസംബർ 25. ആകാശരാജ്ഞിയുടെ പുത്രന്റെ ജന്മനാളാണ് ഡിസംബർ 25. ജാതികൾ ആചരിച്ചിരുന്ന ദിവസമാണ്. കോൺസ്റ്റന്റൈൻ പറഞ്ഞു, ക്രിസ്തു അന്നാണ് ജനിച്ചതെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ ജന്മം കൊണ്ടാടുന്ന ദിവസമായി മാറി ഈ 25-ാം തീയതി. എന്നാൽ 25 ആ പലസ്തീന്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ അന്ന് കർത്താവ് ജനിച്ചിട്ടില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ വളരെ സാധ്യതകളുണ്ട്. കാരണം ഒന്ന്, നമുക്കറിയാം, ഇടയന്മാർ വെളിംപ്രദേശത്ത് ആടുകളെ മേയ്ക്കുമ്പോഴാണ് അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം പറയുന്നത്. ഇടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ട് വെളിംപ്രദേശത്ത് ഡിസംബറിൽ കിടക്കത്തില്ല. പലസ്തീന്റെ നാട്ടിൽ ഡിസംബറിൽ കൊടും തണുപ്പാണ്. അന്ന് പുറത്ത് കിടക്കാൻ അവർക്ക് നിവൃത്തിയില്ല. അപ്പോൾ അത് ഡിസംബറിലല്ല സംഭവിച്ചിരിക്കുന്നത്. 2, നമുക്കറിയാം, യേശുക്രിസ്തുവിനെ മറിയ പൂർണ്ണ ഗർഭിണിയായി അഗസ്തൂസ് കൈസറിന്റെ കൽപ്പന പ്രകാരം സെൻസസ് എടുക്കാൻ ബേത്ലഹേമിൽ പോവുകയാണ്. ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, ഒരിക്കലും റോമൻ ചക്രവർത്തിമാര് ഈ ശീതകാലത്തിൽ ഈ സെൻസസ് എടുക്കാനായിട്ട് കൽപ്പന കൊടുക്കില്ല. കാരണം അവരൊക്കെ കാൽനടയായും മൃഗത്തിന്റെ മേലുമൊക്കെ യാത്ര ചെയ്ത്
കൊടുന്തണുപ്പത്ത് അവര് പുറലോകത്തിലൊക്കെ കിടന്നുറങ്ങി അവരിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കൊടുന്തണുപ്പത്ത് സെൻസസ് എടുക്കാൻ കൽപ്പന കൊടുക്കില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ജനനം നമുക്കറിയാം, സെൻസസ് എടുക്കുവാൻ കൽപ്പന കൊടുത്തപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ നമുക്ക് സാമാന്യമായി ചിന്തിക്കാൻ കഴിയും, ഡിസംബറിലല്ല നമ്മുടെ കർത്താവ് ജനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, അപ്പോസ്തലന്മാര് യേശുക്രിസ്തുവിന്റെ ജന്മനാൾ കൊണ്ടാടിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ അവരുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി വായിച്ചാൽ അവർ കർത്താവിന്റെ ജന്മനാൾ കൊണ്ടാടിയിട്ടില്ല. അതിനു പകരം എല്ലാ ഞായറാഴ്ചയും കർത്തൃദിവസം, അതായത് എല്ലാ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അവര് കർത്താവിനെ ഓർക്കുവാൻ, അവൻ കൽപ്പിച്ച പോലെ ഓർക്കുവാൻ കടന്നു വരികയാണ്. നമ്മള് അത് പ്രത്യേകം ഓർക്കണം. ഇവിടെ ഇത് കടന്നു വരികയാണ്. ഇത് മാത്രമല്ല, വളരെ അധികം ദുരുപദേശങ്ങൾ ഇവിടെ കടന്നു വന്നത് ഈ കാലയളവിലാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ കാലയളവിലാണ് നിക്കോളോവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മെഴുകുതിരി കത്തിക്കുക, ഹോളി വാട്ടർ, പൗരോഹിത്യം, മൊണാസ്ട്രിയ്, അസെന്റിസിസം, അതായത് വിവാഹം കഴിക്കാതിരിക്കുക, അതുപോലെ അന്ത്യകൂദാശ, ഇങ്ങനെയുള്ളതൊന്നും ക്രിസ്തീയ സമൂഹത്തിനകത്തില്ലായിരുന്നു. അപ്പോസ്തലന്മാർ അങ്ങനെയുള്ളതൊന്നും ആചരിച്ചിട്ടില്ല. എന്നാൽ അതൊക്കെ ഈ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി തീർന്നതോടുകൂടെ ലോകവുമായിട്ട് എഴുകിച്ചേർന്നതിന്റെ ഫലമായി ഇത് ആകുകയാണ്. ലോകവുമായിട്ട് എഴുകിച്ചേർന്നു എന്നുള്ളതിന്റെ മനോഹരമായ ഒരു സൂചന, റോമൻ ബാനർ, ഈ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായ ശേഷം ബാനർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് ബാനറുണ്ട്, ഓരോ ചക്രവർത്തിയുടെയും ബാനറുണ്ട്. ആ ബാനർ എന്ന് പറഞ്ഞാൽ ഈ എംപററിന്റെ പടത്തിന്റെ കൂടെ കുരിശൂടുണ്ട്. ഇത് രണ്ടുമുണ്ട്, കുരിശുമുണ്ട്, എംപററിന്റെ ആ പടവുമുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ളതായിരുന്നു അവരുടെ ബാനർ. എന്ന് പറയുമ്പോൾ അവര് ലോകത്തോട് എത്രമാത്രം ഇഴുകിച്ചേർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, നീ എവിടെ പാർക്കുന്നതും അത് സാത്താന്റെ സിംഹാസനമുള്ളതെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെന്ന് കർത്താവ് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒരു അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരുമുണ്ട്. എന്താ അവര് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർക്കണം, യെരൂശലേം നിലനിന്ന സമയത്ത് പൈശാചികന്റെ തലസ്ഥാനം. നമ്മൾ ഓർക്കണം, സാത്താന് അങ്ങനെയുള്ള ത്രോണൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സാത്താനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 6:12 വായിക്കുന്നു, വാഴ്ചകളും അധികാരങ്ങളും പൈശാചികന്റെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് വായിക്കുന്നു. അന്ധകാര ലോകത്തിലെ സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനകൾ, അവയുടെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുമ്പോൾ അവര് ഭരിക്കുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട്. നമ്മള് ദാനിയേൽ 10 എടുക്കുമ്പോൾ പാർസി പ്രഭു എന്ന് വായിക്കുന്നുണ്ട്. പാർസി രാജാവ്, പാർസി പ്രഭു. എസെക്കിയേൽ 26, 27, 28 വായിക്കുമ്പോൾ അവിടെ സോർ രാജാവ് എന്ന് വായിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ലിറ്ററൽ രാജാവ് അല്ല. ആ രാജാവിന്റെ പുറകിൽ ആ സിംഹാസനിക്കുന്ന രാജാവിനെ നിയന്ത്രിക്കുന്ന ആ പൈശാചികന്റെ പേരാണ് ഈ പാർസി പ്രഭു. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് സോർ രാജാവ്. എസെക്കിയേൽ 28 നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ ബാബിലോൺ നിലനിന്നെടുത്തപ്പോൾ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യെരൂശലേം ദൈവജനം അവിടെ പാർത്തപ്പോൾ ബാബിലോൺ ആയിരുന്നു ഈ സാത്താന്റെ ഏറ്റവും വലിയ പട്ടണം. എന്നാൽ ഒരു കാര്യമുണ്ടായി, ഈ ബാബിലോണിൽ നിന്ന് ബാബിലോണിയൻ കൾട്ടിനെ ഓടിക്കുന്നു. ബാബിലോണിൽ പുരോഹിതന്മാരുണ്ട്, അവരുടെ പേര് മാഗിയൻ പ്രീസ്റ്റ് എന്നാണ്. അവരവിടെ നിന്ന് ഓടിയപ്പോൾ അവര് വന്നു പാർത്തത് പെർഗമോസിലാണ് വന്നു പാർത്തത്. പെർഗമോസിൽ വന്ന് പാർത്തപ്പോൾ അവരുടെ മഹാപുരോഹിതന്റെ തലക്കെട്ടാണ് പൊന്തിഫസ് മാക്സിമസ്. അത് ലാറ്റിൻ ഭാഷയാണ്. പൊന്തിഫസ് മാക്സിമസ്, ചീഫ് ബ്രിഡ്ജ് ബിൽഡർ ബിറ്റ്വീൻ മോർട്ടൽസ് ആൻഡ് സേറ്റൻ ആൻഡ് ഹിസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ പാലം പണിയുന്നവൻ ബിറ്റ്വീൻ ദ മോർട്ടൽസ്, മർത്യരായ മനുഷ്യനും വൈശാചികനും അവന്റെ കിങ്കരന്മാർക്കും തമ്മിൽ പാലം പണിയുന്നവനെന്നാണ് പൊന്തിഫസ് മാക്സിമസ് എന്നുള്ള പേരിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ തലക്കെട്ടിന്റെ അർത്ഥം. ഇവരുടെ ആ പ്രീസ്റ്റിന്റെ തലക്കെട്ടാണ് പൊന്തിഫസ് മാക്സിമസ്. ആ തലക്കെട്ട് പെർഗമോസ് രാജാവായ അറ്റലസ് മൂന്നാമന് കൊടുക്കുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ രാജാവിന് രാജഭരണം മാത്രമല്ല, ഈ ഹൈ പ്രീസ്റ്റിന്റെ തലക്കെട്ട് കൂടെ രാജാവിന് കിട്ടി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് റോമൻ ചക്രവർത്തിക്ക് കൈമാറുന്നു. ഇന്ന് ആ തലക്കെട്ടുള്ളത് പോപ്പിനാണ്. പോപ്പിന്റെ ഒരു പേര് പൊന്തിഫസ് മാക്സിമസ് എന്ന തലക്കെട്ടുണ്ട്. അത് ഉത്ഭവിച്ചിരിക്കുന്ന ഇവിടുന്നാണെന്നുള്ളത് നമ്മൾ മറക്കാതെ ഓർക്കണം എന്നുള്ളത് പ്രത്യേക ഓർക്കുക. ഇനി ഇവിടെ കർത്താവ് പറയുന്ന ഒരു വാക്ക് നോക്കട്ടെ. നീ എന്റെ നാമം സാത്താന്റെ സിംഹാസനോടെ എന്ന് ഞാൻ അറിയുന്നു. അവിടെ സാത്താൻ വാഴുന്ന, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് ഈ വിശ്വാസികൾ. അവിടെ കർത്താവിന്റെ വചനം നാമം അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ സാക്ഷിയും വിശ്വസ്തനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അന്തിപ്പാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചരിത്രം കാണിക്കുന്നില്ല. എന്നാൽ ആ പേരുകൊണ്ട് വിശ്വസ്ത സാക്ഷികളുടെ പേരാണ് അതെന്നുള്ളത് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. എന്താ കാരണം? ആന്റിപാസ്, ആന്റി ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന് മുന്നിലുള്ള പ്രിഫിക്സ് ആണ് ആന്റി ക്രൈസ്റ്റ്. അവ ക്രിസ്തുവിന് പകരം അല്ലെ ക്രിസ്തുവിന് എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ആന്റി ക്രൈസ്റ്റ്. ഇവിടെ വായിക്കുമ്പോൾ ആന്റിപാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കുക, എഗെയിൻസ്റ്റ് ഓൾ എന്നാണ്. എഗെയിൻസ്റ്റ് ഓൾ, എല്ലാവർക്കും എതിരെ. ആന്റിപാസ് എല്ലാവർക്കും എതിരാണ് എന്ന് പറഞ്ഞാൽ അവനൊരു മാർട്ടിയറാണ്, വിശ്വസ്ത സാക്ഷിയാണ്. കർത്താവിനോട് വിശ്വസ്തത പാലിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവരോട് അവൻ യോജിക്കുന്നില്ല. ഹീസ് എഗെയിൻസ്റ്റ് ദം. ആ വിധത്തില് അവൻ ഇവിടെ വിശ്വസ്തരായ സാക്ഷികളുടെ ഒരു പ്രതീകമായിട്ട് പലരും എടുക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരാള് അന്ന് രക്തസാക്ഷിയായി മരിച്ചിട്ടുണ്ടായേക്കാം, നമുക്ക് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അത് നമുക്ക് അല്പം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. കർത്താവിന്റെ പേര് മുറുകെ പിടിച്ചു. എന്താണെന്നറിയാമോ? പറയാം. ക്രിസ്തീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിക്കിയ കൗൺസിൽ എന്ന് പറയുന്നത്. നിക്കിയ കൗൺസിൽ എന്താണ്? നിക്കിയ കൗൺസിൽ പറയാം. നിക്കിയ കൗൺസിൽ എന്ന് പറയുന്നത്, നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറയുന്നത്, ഒരു വലിയ ഒറേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വാഗ്മി, പ്രസംഗിക്കാൻ വളരെ വൈഭവമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അരിയോസ്. ഒരിക്കല് ഈ എംപറർ കോൺസ്റ്റന്റൈൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അരിയോസിന്റെ പ്രസംഗം യേശുക്രിസ്തു ദൈവമല്ല എന്നൊക്കെ പ്രസംഗിച്ചപ്പോൾ ഇത് സഭ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുന്നു. കോൺസ്റ്റന്റൈന്റെ നേതൃത്വത്തിൽ AD 325 വിളിച്ചു കൂട്ടിയതാണ്. ആ വിളിച്ചു കൂട്ടിയതിന്റെ ആ മീറ്റിംഗിന്റെ പേരാണ് കൗൺസിൽ ഓഫ് നിക്കിയ, അല്ലെങ്കിൽ നിക്കിയ കൗൺസിൽ. ആ നിക്കിയ കൗൺസിലില് അരിയൂസ് എന്ന് പറയുന്ന വാഗ്മിയായ പ്രഗത്ഭനായ ഒരാള് പ്രസംഗിച്ചു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു പൂർണ്ണ മനുഷ്യനാണ് യേശുക്രിസ്തു, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയവനാണ് യേശുക്രിസ്തു. മാത്രമല്ല യേശുക്രിസ്തു പിതാവിനോട് തുല്യനല്ല എന്ന് അരിയൂസ്, വളരെ വാഗ്വൈഭവമുള്ള അരിയൂസ് അവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവം മറ്റൊരാളെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് അത്തനേഷ്യസ്. ഈ കൗൺസിലില് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ തെളിയിച്ചു കൊടുക്കുകയാണ് യേശുക്രിസ്തു ദൈവമാണ്, അവൻ പൂർണ്ണ ദൈവമാണ്. അങ്ങനെ തെളിയിച്ചു കൊടുത്തപ്പോൾ ഈ നിക്കിയ ക്രീഡ് എന്ന് പറയുന്ന നിക്കിയ കൗൺസിലിൽ ക്രിസ്തീയ സമൂഹം ഇന്നും അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രമാണം അവിടെ പാസാക്കിയെടുത്തു. അതാണ് നിക്കിയ കൗൺസിലിന്റെ പ്രമാണങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്, അവൻ പൂർണ്ണ ദൈവമാണ്. പെർഫെക്ഷൻ ഓഫ് പെർഫെക്ഷൻ, പൂർണ്ണതയുടെ പൂർണ്ണതയാണ്.
ഹി ഈസ് ഗോഡ് ആൻഡ് മാൻ ഇൻ വൺ പേഴ്സൺ. അവൻ ദൈവവും മനുഷ്യനും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുന്നു. അവൻ പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. നിക്യ കൗൺസിൽ അത് പാസാക്കി. അങ്ങനെ നിക്യ കൗൺസിലിൽ പാസാക്കിയതാണ് ക്രിസ്ത്യ സമൂഹം പിന്നീട് മുറുകെ പിടിച്ചത്. എന്നാൽ അരിയൂസിന്റെ ഉപദേശം, യേശുക്രിസ്തു സൃഷ്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിപ്പാണ്, അവൻ പൂർണ്ണ ദൈവമല്ല, അവൻ ദൈവത്തോട് തുല്യനല്ല എന്നുള്ള ഉപദേശം പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ പേരാണ് യഹോവ വിറ്റ്നസസ്, യഹോവ സാക്ഷികൾ. യഹോവ സാക്ഷികളുടെ ഉപദേശം അരിയൂസിന്റെ ഉപദേശമാണ്. നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് അത്തനേഷ്യസിന്റെ ആ ടീച്ചിങ്ങിൽ നിക്യ കൗൺസില് അത് പാസാക്കിയെടുത്ത ഒരു പ്രമാണമാണ്. അതാണ് നിക്യ കൗൺസിലിന്റെ പ്രമാണമാണ് ക്രിസ്ത്യ സമൂഹം അത് അംഗീകരിച്ചത്. യേശുക്രിസ്തു ഇവിടെ ഈ വാക്ക് പറയുന്നുണ്ടല്ലോ, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ നിക്യ കൗൺസിലിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പ്രാധാന്യത കൊടുത്തു, അത് മുറുകെ പിടിച്ചു, ആ നാമം ഉയർത്തി കാണിച്ചു. അവൻ ദൈവമാണെന്നുള്ളത് തെളിയിച്ചു. അവൻ ദൈവമാണ്, അവൻ ദൈവത്തോട് തുല്യമാണ്, അവൻ ദൈവവും മനുഷ്യനുമാണെന്നുള്ളത് AD 325 കൂടിയ കോൺസ്റ്റന്റിന്റെ നേതൃത്വത്തിൽ കൂടിയ നിക്യ കൗൺസിൽ പാസാക്കിയെടുത്തതാണ് ക്രിസ്ത്യ സമൂഹം മുറുകെ പിടിച്ചത്. എന്നാൽ അരിയൂസിന്റെ ടീച്ചിങ്, യേശുക്രിസ്തു മനുഷ്യനാണ്, അവൻ ദൈവമല്ല, പിതാവിനോട് തുല്യനല്ല എന്നൊക്കെയുള്ള ടീച്ചിങ് ഈ യഹോവ വിറ്റ്നസസ് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്നാൽ ഇവിടെ കർത്താവ് ഈ വാക്ക് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യത നോക്കിയാട്ടെ. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നീ എന്റെ നാമം, thou hast not denied mine, എന്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുകയാണ്, നീ അത് വിട്ടിട്ടില്ല. എന്നാൽ കർത്താവ് ഇനിയും, നീ പാർക്കുന്ന ഇടം സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ. എന്റെ സാക്ഷ്യം വിശ്വസ്തനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീങ്ങളുള്ള വിശ്വാസം കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കണം. ഒന്ന് നോക്കാട്ടെ. എങ്കിലും, ഇത്രയും ഗുണങ്ങളൊക്കെ പറഞ്ഞു, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. എന്താണ് പറയുന്നത്? പറവാനുണ്ട്, കുറ്റം പറയാനുണ്ട്. എന്താണ്? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കൻ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലോവരുടെ ഉപദേശവും കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. രണ്ട് കാര്യങ്ങൾ കർത്താവ് അവിടെ ഇവർക്കെതിരായി എടുത്ത് പറയുകയാണ്. കർത്താവിനറിയാം അവർ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമുള്ളിടമാണ്. കർത്താവിനറിയാം കർത്താവിന്റെ നാമം അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ അഭിനന്ദിക്കുകയാണ്. അന്തിപ്പാസ്, അതായത് വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ്, ആ അന്തിപ്പാസ് വാസ്തവത്തിൽ വിശ്വസ്തരായ സാക്ഷികൾ അവിടെ ഉണ്ട്. നമ്മൾ ഓർത്തതുപോലെ യേശുക്രിസ്തുവിന്റെ നാമത്തെ മുറുകെ പിടിച്ച ആളുകൾ അവിടെ ഉണ്ട്. അവർ വിശ്വസ്ത സാക്ഷികളായി അവിടെ നിൽക്കുകയാണ്. എന്നാൽ കുറഞ്ഞൊരു കുറ്റമുണ്ട്. എന്താണെന്ന് നോക്കിയാട്ടെ. എഫെസോസ് സഭയെക്കുറിച്ച് ഒരു കുറവേ കർത്താവ് പറഞ്ഞുള്ളൂ, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടു, ബെസ്റ്റ് ലവ്. സ്മൃത സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുറ്റവും പറയുന്നില്ല. ഇവിടെ വരുമ്പോൾ കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. 14-15 വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. ഒന്ന് ബിലെയാമിന്റെ ഉപദേശം, രണ്ട് നിക്കലോവ്യരുടെ ഉപദേശം. നമുക്ക് വളരെ ദീർഘമായി വേണമെങ്കിൽ ഇത് രണ്ടും ധ്യാനിക്കുവാൻ കഴിയുന്ന വിഷയമാണ്. എന്നാൽ നമുക്ക് ഏതാണ്ട് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അത് നോക്കി മുന്നോട്ട് കടന്നു പോകാം. എന്താണ് ഈ ബിലെയാമിന്റെ ഉപദേശം? ഇവിടെ വായിക്കുന്നു, ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച വെപ്പാൻ ദുർനടപ്പ് ആചരിപ്പാൻ ഇടയാക്കുന്നവർ നിനക്കുണ്ട്. നമ്മള് ഓർത്തു നോക്കിയാൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും മാർച്ച് ചെയ്ത് വരികയാണ്. വരുന്ന വഴിയില് നമ്മള് സംഖ്യാപുസ്തകം 22:4 മോബ് രാജാവ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. മോബ് രാജാവ് ബാലക്ക് പ്രവാചകനോട് പറയുന്നുണ്ട്, ബിലെയാം എന്ന പ്രവാചകനോട്, കാള വയലിലെ പുല്ല് നക്കി തിന്നുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. കാള പുല്ല് തിന്നുന്നത് പോലെ ചുറ്റുമുള്ളവരെ നക്കി തിന്നുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ മുന്നോട്ട് വരുന്നത്. ഇവരെ തോൽപ്പിക്കാൻ ഒരു മാർഗവുമില്ല. ഇവരെ തോൽപ്പിക്കണം എന്നുള്ളത് ഈ മോവാബ്യ രാജാവായ ബാലക്ക് ചിന്തിച്ചുകൊണ്ട് പ്രവാചകനെ ഹയർ ചെയ്യുന്നു.
ആ പ്രവാചകന്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച വെച്ച ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബെലയാം, കള്ളപ്രവാചകനാണ് ബെലയാം. ബെലയാമിന്റെ ചരിത്രം സംഖ്യാപുസ്തകം 22 തൊട്ട് നമ്മൾ വായിക്കുകയാണ്. ബെലയാം ദൈവനോട് പറഞ്ഞു, നീ വേണമെങ്കിൽ പൊയ്ക്കോ, പക്ഷെ നിന്റെ വായിൽ തരുന്നതേ സംസാരിക്കാമെന്ന് പറഞ്ഞു. ബെലയാം ഓരോ മലമുകളിൽ കയറി നിന്ന് ആ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും പാളയമടിച്ചു കിടക്കുന്ന ഇസ്രായേലിനെ കണ്ടപ്പോൾ സുഭാഷിതങ്ങൾ പറഞ്ഞു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ല. അവര് ഇസ്രായേലിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം. നമ്മൾ സംഖ്യ 22 തൊട്ടും 31-ാം അധ്യായമൊക്കെ വായിച്ചാൽ നമുക്കറിയാം, ഇവര് വേർപെട്ട ജനമാണ്, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല, മനോഹരമായി കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നമുക്കൊരു ഭാഗമൊന്ന് നോക്കാം, നോക്കിയാട്ടെ. 23-ാം അധ്യായം സംഖ്യാപുസ്തകം ഒന്ന് എടുക്കാം. 23 സംഖ്യാപുസ്തകം സുഭാഷിതങ്ങൾ ചൊല്ലുകയാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 9-ാമത്തെ വാക്യം അവിടെ പറയുന്ന വാക്ക് നോക്കിയാട്ടെ. ശിലാഗിരികളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതില്ല. ജാതികളോടുകൂടെ മിങ്കിൾ ചെയ്യാതെ നിൽക്കുന്ന ഒരു കൂട്ടം ജനം. ആദ്യത്തെ 9 വാക്യം നമ്മൾ വായിച്ചാൽ, 25-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ, എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മോവാബ് രാജാവ് ഒരുപാട് പണം ഈ പ്രവാചകനും കൊടുത്തു. പ്രവാചകൻ ഒരു ചെറിയ തന്ത്രം വെച്ചു കൊടുത്തു. ഇവരെ ശപിക്കാനൊക്കത്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാം. എന്താണ്? ഇവരുടെ ഈ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെടുത്തിയിട്ട് ഇവരെ ലോകത്തോട് ഇഴുകി ചേർത്ത് കളഞ്ഞാൽ പ്രശ്നമുണ്ടാകും. 25-ാം അധ്യായം നോക്കിയാട്ടെ. 25-ാം അധ്യായം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ചു അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെ കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ആളുകളുടെ ബാൽപെയോരിനോട് ചേർന്നവരെ കൊല്ലുവേൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കൺകെ ഒരു ഇസ്രായേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യേ കൂടി ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസാറിന്റെ മകൻ ഫിനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റു, കയ്യിലൊരു കുന്തമെടുത്തു. ആ ഇസ്രായേലിയനെ പിന്നാലെ അന്തഃപുരത്തിൽ ചെന്നു. ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയ്ക്കും വണ്ണം കൊത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. കാള പുല്ല് നക്കി തിന്നുന്ന പോലെ ജനങ്ങളെ നക്കി തിന്നുകൊണ്ട് മുന്നോട്ട് വന്നു. ഈ ജനം ഒരു ശത്രുവിന് അവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. ബാലാക്ക് രാജാവ്, മോവാബ്യ രാജാവായ ബാലാക്കിന് ഇവരെ തോൽപ്പിക്കണം. ബിലെയാം പ്രവാചകനെ ശപിക്കാൻ വിളിച്ചു, ശപിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം തന്ത്രം വെച്ചു കൊടുത്തു. മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്യുവാനും അവരെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലേക്ക് വിളിക്കുവാനായിട്ടും ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ പുരുഷന്മാർ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു, അവരെ ബിംബാരാധനയ്ക്ക് കൊണ്ടുവന്നു. ദൈവകോപം ജ്വലിച്ചിട്ട് 24,000 പേർ മരിച്ചുപോയി. നമുക്കൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം. അവിടെ ദൈവം പറയുന്നത് നോക്കിയേ. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബെലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ വായിക്കുന്ന നോക്കിയാട്ടെ, കൂലി കൊതിച്ച ബെലയാമിന്റെ വഞ്ചന. പണത്തിന് വേണ്ടിയാണ് ബെലയാം ഇത് പറഞ്ഞു കൊടുത്തത്. പണത്തിന് വേണ്ടി കൂലി കൊതിച്ച ബെലയാം പണത്തിന് വേണ്ടി ഇത് പറഞ്ഞു കൊടുത്തു. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ
കർത്താവ് ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, തനിച്ചു പാർത്തിരുന്നൊരു ജനമാണ് അവർ. ജാതികളോടുകൂടെ എണ്ണപ്പെടാതെ വേർപെട്ട് നിന്നവരാണ്. ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി വിശ്വാസികൾ തീർന്നവരാണ്. എന്നാൽ അവരെ ലോകത്തിൽ സെറ്റിൽ ചെയ്യിക്കുന്നു കോൺസ്റ്റന്റൈൻ. അവര് ലോകത്തിൽ അന്യരും പരദേശികളുമാണെന്ന് വിട്ടിട്ട്, നീ പാർക്കുന്നിടം എനിക്കറിയാം, കർത്താവ് പറഞ്ഞു. സാത്താൻ പാർക്കുന്നിടത്ത് നീ പാർക്കുന്നു, സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് നീ ഇരിക്കുന്നു, നീ ആയിരിക്കുന്നു. അവർക്ക് എന്തു പറ്റി? ആ പിൽഗ്രിം ക്യാരക്ടർ, അവർ മോക്ഷയാത്രക്കാരാണെന്നുള്ള സ്വഭാവം വിട്ടുമാറിയിട്ട് നമ്മൾ കണ്ടു. ആ ഇസ്രായേൽ മക്കൾക്ക് ബാധയാൽ 24,000 പേർ മരിച്ചു പോയതുപോലെ, നമ്മൾ ഓർക്കണം, ഇസ്രായേൽ മക്കൾ ബലഹീനരായി തീർന്നതുപോലെ ദൈവസഭ ബിംബാർപ്പിതം തിന്നേണ്ടതിനും എൻഗേജ് ഇൻ ഐഡൽട്രസ് വർഷിപ്പ്, അവര് ദുർനടപ്പാചരിക്കുക. ഈ രണ്ട് പാപം എടുത്ത് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ദുർനടപ്പാചരിക്കുക, മറ്റൊന്ന് വിഗ്രഹാർപ്പിതം തിന്നുക. നോക്കുക, നമ്മള് ശ്രദ്ധിച്ചു നോക്കിയാൽ 1 യോഹന്നാൻ 5:20-21, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിച്ചുകൊള്ളുവീൻ. വിശ്വാസികൾക്ക് ആഹ്വാനം കൊടുക്കുകയാണ്. ബിംബാരാധനയിൽ നിന്ന് ഇവിടെ പറഞ്ഞ പോലെ വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിക്കണം. പുറപ്പാട് 20, യാതൊരു ബിംബത്തെയും നിങ്ങൾ നമസ്കരിക്കരുത്. 10 കൽപ്പനയിൽ കൊടുത്തിരിക്കുക. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴിലുള്ള ഒന്നിന്റെയും ബിംബത്തെ നമസ്കരിക്കരുത്. യെശയ്യാവ് 40:18 ദൈവം ചോദിക്കുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശമാക്കും? 25 ആകയാൽ നിങ്ങളെ ആരോട് സദൃശമാക്കി ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നമ്മൾ ഓർക്കണം, ഇങ്ങനെ ഈ കാലയളവിൽ ആരംഭിച്ചു ബിംബാരാധന. കണ്ടോ, ഇന്ന് അന്ധകാര യുഗത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ദേവാലയങ്ങൾ ബിംബം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുന്നു. ദുർനിറപ്പ് ആചരിക്കുന്നു. യാക്കോബ് 4:4 വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാണ്. ലോകത്തെ സ്നേഹിക്കുമ്പോൾ അവർക്ക് കൊടുത്ത പേരാണ് വ്യഭിചാരിണികൾ. അപ്പോൾ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെടുത്തി ബലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇടർച്ച വെച്ചിരിക്കുകയാണ്. കോൺസ്റ്റന്റ് കാലത്ത് സഭയ്ക്ക് വേർപാട് നഷ്ടപ്പെട്ടു, ഇടർച്ച ഉണ്ടായി. നമ്മൾ ഓർക്കണം, ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന പേര് വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ, ഹാഗിയോസ്, വിശുദ്ധന്മാർ എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് എന്നാണ്. ദേവാലയം വിശുദ്ധമാണ്. ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം മറ്റുപയോഗത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് ദൈവത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി വേർതിരിച്ച സ്ഥലമാണ്. ശബത്ത് ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഹാഗിയോസ് എന്ന് പറയുമ്പോൾ മറ്റ് ദിവസങ്ങളിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ആ ദിവസം വേർതിരിക്കാനായിട്ട് പറയുന്നു. ഗോഡ് ഈസ് സുപ്രീംലി ഹാഗിയോസ്. ദൈവം സുപ്രീം എന്ന് പറഞ്ഞാൽ ഔന്നിത്യത്തിൽ അവൻ വിശുദ്ധനാണെന്ന് പറയുമ്പോൾ എല്ലാറ്റിനെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും അവൻ ഉന്നതനായി വിശുദ്ധനാണ്. ക്രിസ്ത്യാനികൾ ഹാഗിയോസ്, വിശ്വാസികൾ അവർ വിശുദ്ധന്മാരാണ് എന്നുള്ള പേരിൽ അവരെ വിളിക്കുമ്പോൾ വി ആർ നോട്ട് ഓൺലി ഡിഫറെന്റ് ഫ്രം അതേഴ്സ്, വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദിസ് വേൾഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓർക്കണം, 2 പത്രോസ് 2:15 വായിക്കുന്നുണ്ട്, അവർ നേർവഴി വിട്ട് തെറ്റി. ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. നോക്കുക, ക്രിസ്ത്യാനികള് ആ ശരിയായ വഴി വിട്ടുപോകുമ്പോൾ പത്രോസ് രേഖപ്പെടുത്തുകയാണ്. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. 2 പത്രോസ് 2:15 അവർ നേർവഴി വിട്ട് തെറ്റി ബയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു, അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. നമ്മള് യൂദയിലും വായിച്ചു, യൂദയുടെ 11 കൂലി കൊതിച്ച ബിലയാം വഞ്ചന. ക്രിസ്ത്യ സഭ വേർപെട്ട സഭകളാണ്, വേർപെട്ടവരുടെ കൂട്ടമാണ്. എന്നാൽ ഈ വേർപെട്ടവരുടെ കൂട്ടത്തിന്റെ വേർപാട് നഷ്ടപ്പെടുവാൻ പ്രവർത്തിക്കുന്നതാണ് ഈ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഞാനിവിടെ നിർത്തട്ടെ. ദൈവം വെച്ചാൽ
തുടർന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. നമ്മള് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്ത്യ സഭയുടെ വേർപാട് നഷ്ടപ്പെടുന്നത് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറുമ്പോഴാണ്. അതിന്റെ ശേഷം നമ്മൾ കണ്ടു, അന്നാണ്, ഇതിന്റെ ശേഷമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ മതമായി ക്രിസ്തുമതം പ്രഖ്യാപിച്ചപ്പോൾ യൂണിവേഴ്സൽ ചർച്ച്, കാത്തലിക് ചർച്ച് എന്നുള്ള പേര് വന്നത്. കാത്തലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്, സർവലോക സഭ. അങ്ങനെ ഒരു പേര് വന്നു. ആ കാലയളവില് നമ്മൾ കാണുകയാണ്, ലോകത്തോട് ഇഴുകിച്ചേരുന്നത് വിലയാം ഇസ്രയേൽ മക്കൾക്ക് ഇടർച്ച വെച്ചതുപോലെ, കൂലി കൊതിച്ചിടർച്ച വെച്ചതുപോലെ ദൈവജനത്തെ ബിംബാരാധികളാക്കി ലോകത്തെ സ്നേഹിക്കുന്നവരാക്കി തീർക്കുന്ന വേർപാടിന്റെ ആ നൈർമല്യത വിട്ടുകളഞ്ഞ സമൂഹമായി ക്രിസ്ത്യ സമൂഹം പൊതുവെ തീർന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, വേർപെട്ട ചെറിയ സമൂഹങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണിലും ഇന്നുമുണ്ട്. 2 കൊരിന്ത്യർ 6:17 വായിക്കുന്നു, അവരുടെ മധ്യത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ഞാൻ നിർത്തുന്നു. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തട്ടെ. വിശുദ്ധ സഹോദരന്മാർ, ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞെന്ന് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി നാം വേർതിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമും ഒക്കെ കൂടാരത്തിൽ അന്യരായി എണ്ണിയെങ്കിൽ ഇന്ന് സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്ത ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഭാ ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ AD 312 സംഭവിച്ച ഭയങ്കര മാറ്റമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കും.